പുതിയ KPCC നേതൃത്വത്തിൽ സമ്പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി അല്പം മുമ്പ് പറഞ്ഞു. മലയോര കർഷകന്റെ പുത്രൻ KPCC പ്രസിഡന്റായിരിക്കുന്നു. മലയോര കർഷകർക്ക് ഇനി ആശ്വാസം നൽകാൻ ഈ ടീമിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. സണ്ണി ജോസഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു AK ആന്റണി. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഉളിക്കൽ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു മലയോര കർഷകൻ്റെ പുത്രൻ KPCCയുടെ പ്രസിഡൻ്റായിരിക്കുന്നു. അത് വളരെ സന്തോഷം. കാരണം മലയോര കർഷകരിൽ നിന്ന് ഉറക്കമില്ലാത്ത രാത്രിയിൽ കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ ഈ ടീമിന് കൂടുതൽ കഴിച്ചത് ആശംസിക്കുകയാണ്. അല്പസമയത്തിനകം ഇന്ദിരാഭവനിൽ ഈ പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അറിയുന്നത്. സത്യപ്രതിജ്ഞ ഉണ്ടെന്ന് എനിക്കറിയില്ല. R. ശ്രീജിത്ത്, ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം R. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇന്ദിരാഭവനിലെ ചടങ്ങുകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന്? ഈ ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവർ KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ SKN അല്പസമയത്തിനകം നിയുക്ത പ്രസിഡന്റ് സണ്ണി ജോസഫും സഹഭാരവാഹികളും ചുമതലയേൽക്കും. രാവിലെ 9:30 പുതിയ പ്രസിഡന്റ് നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് K. സുധാകരനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാന നേതാക്കൾ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി നേതാക്കൾ ഇവിടെ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട MM ഹസൻ, മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു. MM ഹസൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം നൽകിയ പ്രതികരണം, തനിക്ക് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തിയൊന്നുമില്ല, എന്നാൽ പദവിക്കല്ല താൻ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ഈ ഏത് പ്രവർത്തനത്തിനാണ്, ആ പ്രവർത്തനത്തിൽ താൻ മുന്നോട്ട് പോകും. ഒരു തരത്തിലുള്ള അതൃപ്തിയും തനിക്കില്ല. താങ്കളോട് ചോദിച്ചിട്ടാണോ ഈ UDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയതെന്ന ചോദ്യത്തിന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താനില്ല, ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പറയാൻ താനില്ല എന്നായിരുന്നു ഹസന്റെ പ്രതികരണം. എന്തായാലും ഹസൻ അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങൾ വളരെ ശക്തമാണ്. എന്തായാലും ഇതിനിടയ്ക്കാണ് ഹസന്റെ പ്രതികരണം ആദ്യമായും വരുന്നത്. UDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയ ശേഷം ഹസന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കൽ നടക്കും. 9:30 സമയം നിശ്ചയിച്ചിരിക്കുന്നെങ്കിലും അത് വൈകാനാണ് സാധ്യത. നിയുക്ത പ്രസിഡന്റ് സണ്ണി ജോസഫ് രാവിലെ പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായി AK ആന്റണിയെ കണ്ടിരുന്നു. മറ്റ് നേതാക്കളായ ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾ ആന്റണിയെ സന്ദർശിക്കാനായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ നേതാക്കളെല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ ചുമതലയേൽക്കൽ ചടങ്ങ് നടക്കും. എല്ലാ പ്രധാന നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങ്. എന്നാൽ ഇത്തവണ ഈ അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ തോതിലുള്ള ആഘോഷപൂർവ്വമുള്ള ചുമതലയേറ്റെടുക്കൽ വേണ്ട എന്നായിരുന്നു ധാരണ. എന്നാൽ കോൺഗ്രസിൻ്റെ സവിശേഷമായ രീതിയുണ്ട്. നിരവധി പ്രവർത്തകർ ഇതിനകം തന്നെ ഇന്ദിരാഭവനിലേക്ക് തടിച്ചുകൂടിയിരിക്കുന്നു. ഇവിടെ മുദ്രാവാക്യം വിളികളും ആരവങ്ങളും മുഴങ്ങുകയാണ്. എന്തായാലും ചുമതലയേൽക്കൽ ചടങ്ങ് അല്പസമയത്തിനകം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN.